നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ CSKക്ക് നല്ല ഒന്നാന്തരം മുട്ടൻ പണിയാണ് കിട്ടിയത്. GT അവരെ പരാജയപ്പെടുത്തിയത് 35 റൺസിനാണ്. തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം സായി സുദർശനും ശുഭ്മൻ ഗില്ലും ചേർന്ന് നടത്തിയപ്പോൾ CSKയുടെ ബോളർമാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ CSKയുടെ മറുപടി ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് പിഴച്ചു. 10 റൺസ് ആകുമ്പോഴേക്കും 3 വിക്കറ്റ് പോയി. അവിടെ നിന്ന് തിരികെ വരിക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. എന്തായാലും ഒടുവിൽ 35 റൺസിന് പരാജയപ്പെട്ടു. ഇവിടെയുള്ള ചോദ്യം, CSKയുടെ പ്ലേ ഓഫ് സാധ്യതകൾ അവതാളത്തിലായോ? CSK ഇതാ താഴെ കിടക്കുന്നു, CSK പോയി, CSK ഇനി വരില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? GTയുടെ ഈ വിജയം കൊണ്ട് സംഭവിച്ചത് CSKക്ക് കാര്യങ്ങൾ ടൈറ്റ് ആയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ CSK പുറത്തായി, CSK തീർന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. GTയുടെ ഈ വിജയത്തോടെ പ്രധാനമായും ഗുണം ലഭിച്ചത് 2 ടീമുകൾക്കാണ്. ഒന്ന് GTക്ക് തന്നെയാണ്. അവർ തോറ്റിരുന്നെങ്കിൽ പുറത്തായനെ. ഇപ്പോൾ അവർക്കൊരു ചെറിയ ഹോപ്പ് സ്റ്റിൽ അലൈവ് ആക്കി അവർക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഗുണം ലഭിച്ച ടീമാണ് RCBയുടെ പ്രതീക്ഷകൾ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. അതോടുകൂടി ഇനിയുള്ള അവരുടെ 2 കളി ജയിച്ചാൽ അവർക്ക് 14 പോയിന്റിലേക്ക് എത്താൻ പറ്റുമല്ലോ. അതിലൊന്ന് CSKക്കെതിരെ ആയതുകൊണ്ട് CSK അവിടെ വേണമെങ്കിൽ പൂട്ടിയിടാം. CSKക്ക് ഇപ്പോൾ 12 പോയിന്റേ ഉള്ളൂ. അപ്പോൾ ഇനി 2 കളികൾ, ഒന്ന് RRനെതിരെ അത് CSK ജയിച്ചെന്ന് വെക്കുക. അപ്പോൾ CSK 14 പോയിന്റിൽ എത്തുകയുള്ളൂ. RCB അവരുടെ 2 കളി വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ RCB CSKയും തോൽപ്പിക്കണമല്ലോ. അപ്പോൾ അവർക്കും 14 പോയിന്റ് ആവും. അപ്പോൾ ഒരു പ്രതീക്ഷ അവിടെ ബാക്കിയുണ്ട്. അതാണ് RCBക്ക് ഇത് വലിയ രൂപത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ മറ്റു ടീമുകളൊക്കെ ഇപ്പം LSCക്കും DCക്കും ഒക്കെ വേണമെങ്കിൽ CSKയുടെ വീഴ്ചയിൽ ആഹ്ലാദിക്കാം. അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ CSKയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റാരുടെയും റിസൾട്ട് ആശ്രയിക്കാതെ ഇപ്പോഴും CSKക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും. അതാണ് നിലവിലെ ഒരു സാഹചര്യമുള്ളത്. CSKയെ സംബന്ധിച്ചിടത്തോളം 12 കളികളിൽ നിന്ന് 12 പോയിന്റ് പ്ലസ് 0.491 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ആയിട്ട് കിടക്കുന്നത്. അവർ 4ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. തൊട്ടുപുറകിലുള്ള ടീമുകൾ ഒന്ന് DC ആണ്. DCക്ക് അടുത്ത 2 കളികൾ ഒന്ന് RCBക്കെതിരെയും ഒന്ന് LSCക്കെതിരെയുമാണ്. സ്വാഭാവികമായിട്ടും RCBക്കെതിരെ DC വിജയിക്കുകയാണെങ്കിൽ RCBയുടെ സാധ്യതകൾ അവിടെ തീരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. LSDയുടെ കാര്യത്തിലാണെങ്കിലും ഒരു LSD വേഴ്സസ് DC മത്സരം വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ടീമിന്റെ കാര്യം അവിടെയും തീരുമാനമാകും എന്നർത്ഥം. അപ്പൊ CSKയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അവരുടെ മത്സരങ്ങൾ നല്ല രൂപത്തിൽ വിജയിച്ചാൽ അവർക്ക് ഇപ്പോഴും തന്നെ പ്ലേ ഓഫിലേക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷെ ആ 2 കളികൾ അത്ര എളുപ്പമല്ല. ഒന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ്. നാളെയാണ് ആ കളി. നാളെ ചെപ്പോക്കിലാണ് ഉച്ചതിരിഞ്ഞുള്ള മത്സരം. നാളെ ഡബിൾ ഹെഡറാണ്, ഞായറാഴ്ചയാണല്ലോ. നാളെ 3:30 രാജസ്ഥാൻ റോയൽസിനെതിരെ CSK ചെപ്പോക്കിൽ കളിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് തീരുമാനിക്കും CSK എങ്ങോട്ട് എന്നുള്ളത്. അവിടെ കാലിടറിയ പിന്നെ ചർച്ചയില്ല, തീർന്നു എന്നങ്ങ് കരുതിക്കൊള്ളണം. അപ്പൊ അവിടെ കാലിടറാതിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. CSK നാളെ മികച്ച രൂപത്തിൽ വിജയിക്കുകയാണെങ്കിൽ പിന്നെ മെയ് 18 RCB വേഴ്സസ് CSK പോരാട്ടം ഒരു വല്ലാത്ത ത്രില്ലിംഗ് മത്സരമായിരിക്കും. ഈ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത്. ചുരുക്കത്തില് CSKയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലേ ഓഫ് കാര്യങ്ങൾ ഇപ്പോൾ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലത്തെ പരാജയത്തോടു കൂടി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോഴും കാര്യങ്ങൾ CSKയുടെ കയ്യിൽ തന്നെയാണുള്ളത്. അവർക്ക് മറ്റുള്ളവരുടെ റിസൾട്ടിനെ അത്രയധികം ആശ്രയിക്കേണ്ടതില്ല. അവരുടെ റിസൾട്ടുകൾ ഗംഭീരമാക്കുക, അതാണ് ഇനി അവർക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. മുസ്തഫിസുറിനെ പോലെയുള്ള, പതിരാനയെ പോലെയുള്ള, ദീപക് ചാഹറിനെ പോലെയുള്ള ബൗളർമാരില്ലാതെ അവർ വല്ലാതെ വലയുന്നുണ്ട്. അതെങ്ങനെ അവർ പരിഹരിക്കും എന്നുള്ളതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.